പത്തനംതിട്ട ജില്ലയിൽ മഴ കനത്ത് പെയ്യുകയാണ്. പത്തനംതിട്ടയുടെ എഴിക്കാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് നമ്മളുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഈ നദികളൊക്കെ കവിഞ്ഞൊഴുകി വലിയ തോതിൽ വെള്ളം വീടുകളിലേക്കും പറമ്പുകളിലേക്കൊക്കെ കയറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോഴും ശക്തമായ മഴ പത്തനംതിട്ട ജില്ലയിലുണ്ട്. ഇന്ന് മഞ്ഞ മഴ മുന്നറിയിപ്പാണ്. പക്ഷേ അപ്പോൾ പോലും ജില്ലയിലെ നദികൾ കരകവിഞ്ഞൊഴുകുന്നു. അത്തരത്തിൽ ഈ ആറന്മുള പ്രദേശത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ പമ്പാ നദിയൊക്കെ കരകവിഞ്ഞൊഴുകിക്കൊണ്ട് ഇങ്ങനെ ഈ പ്രദേശത്തൊക്കെ വലിയ തോതിൽ വെള്ളം കയറിയിരിക്കുന്ന ഒരു പ്രദേശമാകെ 100ഓളം വീടുകളൊക്കെ ഉള്ള ഒരു പ്രദേശമാകെ വെള്ളത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം അതിൻ്റെ ഒരു ഭീകരത. കാരണം മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ, ജൂൺ മാസം പോലും ആകുന്നേ ഉള്ളൂ. ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു വീടിൻ്റെ പകുതിയോളമൊക്കെ വെള്ളം കയറി ആ വീട്ടിലേക്ക് ഒന്ന് കയറാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യം. അങ്ങനെ വലിയ ഭീകരത പത്തനംതിട്ടയിൽ മഴ ഉണ്ടാക്കുന്നു. കഴിഞ്ഞ ദിവസം തിരുവല്ലയിലെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. മണിമലയാർ കരകവിഞ്ഞ് നിരവധി വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ പ്രദേശത്തെ ദുരവസ്ഥ വിവരിക്കാൻ വാർഡ് മെമ്പർ എന്തായാലും നമ്മളൊപ്പം ചേരുന്നു. ചേട്ടാ, എന്താ അവസ്ഥ? ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ പട്ടികജാതി കോളനിയാണ്. 36 ഏക്കറിൽ 360 വീട്ടുകാരാണ്. ഇവിടെ മഴ വലിയ ദുരിതം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ 20ഓളം കുടുംബങ്ങളിൽ വെള്ളം കയറി, 11 കുടുംബങ്ങൾ ഇപ്പോൾ ക്യാമ്പിലെത്തി. മറ്റുള്ളവർ അടുത്തടുത്ത വീടുകളിലുണ്ട്. ഇതാണൊരവസ്ഥ. പക്ഷേ ക്യാമ്പിലും അത്ര വലിയ നല്ലവണ്ണം ഒരു തണുപ്പടിക്കാതൊന്നും കഴിയാനുള്ള ഒരു അവസ്ഥ അവിടെ ബുദ്ധിമുട്ടുണ്ട്. ബാത്റൂമുകളുടെ അപര്യാപ്തതയുണ്ട്. മഴക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഇതാണെങ്കിൽ എന്തായിരിക്കും ഇനി മുന്നോട്ട്? ഇനി അങ്ങോട്ട് ദുരിതകാലമാണ്. കാരണം പണിയില്ല ആർക്കും. എല്ലാം പട്ടിണി പാവങ്ങളാണ്. ആർക്കും പണിയില്ലാത്ത അവസ്ഥ. അങ്ങനൊരു പ്രശ്നത്തിലേക്കാണ് പോവുക എല്ലാ ജനങ്ങളും. അതെ, ആശ്മി പറഞ്ഞ പോലെ കേരളത്തിലെ രണ്ടാമത്തെ വലിയ പട്ടികജാതി കോളനിയാണ്. അവിടെ 200-ലധികം കുടുംബങ്ങളുണ്ട്. ഇപ്പോൾ നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അവരെ മാറ്റിപ്പറപ്പിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ ഇനി അങ്ങോട്ട് ഇവർക്ക് ദുരിതകാലം എന്നാണ് അവർ തന്നെ പറയുന്നത്. എന്തായാലും ഇതിലൊക്കെ ഒരു ഇടപെടൽ ആവശ്യമാണ്. ഈ മഴ ഇങ്ങനെ കുത്തൊഴിഞ്ഞ് പെയ്യുമ്പോൾ ഇത്തരം മനുഷ്യരുടെ ജീവിതം കൂടി നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഒരു പക്ഷേ നമുക്ക് നേർക്കുന്നവർ മനസ്സിലാവില്ല. പെട്ടെന്ന് ഒരു ദിവസം രാത്രി ആശങ്കയോടെ കഴിഞ്ഞതിന് ശേഷം ഉള്ള ബാഗും പെട്ടിയൊക്കെ എടുത്ത് ക്യാമ്പിലോട്ട് പെട്ടെന്ന് പോവുക, വീട് വെള്ളം മുങ്ങുക എന്നൊക്കെ പറയുന്ന അവസ്ഥ അതൊരു വല്ലാത്ത അവസ്ഥയാണ്.